പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഇനി പുരാണങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ അറിയാൻ പറ്റും. നമ്മൾ അമ്പലങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും. എത്ര ഗ്രാനൈറ്റ് ഇട്ട അമ്പലങ്ങളാണെങ്കിലും അതിന്റെ പ്രദക്ഷിണം ചെയ്യുന്ന സ്ഥലം പരുവരുത്തതായിരിക്കും. തണുപ്പ് വന്നാൽ കൈയും തലയും മേലെല്ലാനും പുതച്ചു മൂടിയാലും കാൽപാദം മൂടിയില്ലെങ്കിൽ തണുപ്പ് വരും. ഞാൻ പിന്നെ പൂർണ്ണമായിട്ടും മരുന്നില്ലാത്ത ഒരു ചികിത്സയിലേക്ക് തന്നെ മാറാനും അതിലേക്ക് കൂടുതൽ ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തു. നമ്മൾ കാൽപാദത്തിൽ സ്പർശിക്കുമ്പോൾ സാധാരണ രീതിയിൽ 20% രോഗം ബാധിക്കുമ്പോൾ ഒരാൾക്ക് അറിയാൻ കഴിയാം രോഗം ബാധിച്ചു. പക്ഷെ നമ്മൾ വേദന തുടങ്ങിയാലല്ലേ ഡോക്ടറെ അടുത്ത് പോകും. ഹീലിംഗ് പ്രോസസ്സിനേക്കാൾ ഉപരി ഇമ്മ്യൂണിറ്റി കൂടാൻ വേണ്ടി ഇപ്പോഴത്തെ എല്ലാവർക്കും അറിയാം പ്രതിരോധം വളരെ കുറവായതുകൊണ്ട് പല രീതിയിലുള്ള പകർച്ചവ്യാധികൾ നമുക്ക് എല്ലാവർക്കും പിടിപെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു ചോദ്യം, ഇത് വളരെ എക്സ്പെൻസീവ് ആണോ എന്നുള്ളതാണ്. ഇത് വളരെ എക്സ്പെൻസീവ് അല്ല. കാരണം തെറാപ്പി മോഡലുള്ള ട്രീറ്റ്മെന്റ് ആയതുകൊണ്ട് വളരെ എക്സ്പെൻസീവ് അല്ല. ഞാൻ എന്താ കരുതുന്നത് വെച്ചാൽ നമുക്ക് ഒരാൾക്കിനെ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ നിന്നാൽ 1-2 പ്രാവശ്യം അതിൽ കൂടുതലൊന്നും നമുക്ക് പലരും സഹായിക്കാൻ പറ്റില്ല. നേരെ മറിച്ച് അവർക്കൊരു ജീവിതമാർഗം കൊടുത്താലോ. അപ്പൊ ഈ തലച്ചോർ സംബന്ധമായ സെൽ ആക്ടിവേഷൻ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് കാൽപാദങ്ങളിലെ മർദ്ദം ചെലുത്തൽ തന്നെയാണ്. ഇനി കാൽപാദത്തിന്റെ ഒരു ഇമ്പോർട്ടൻസ് കൂടി ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു അലോപ്പതി ഹോസ്പിറ്റലിൽ ഒരാൾ ബോധരഹിതനായി ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ജീവനുണ്ടോ ഇല്ലേ എന്ന് ചെക്ക് ചെയ്യുന്നത് പ്രധാനമായിട്ടും കാൽവെള്ളയിലാണ്. അവരതിനെ പറയുന്നത് പ്ലാന്റാർ റിഫ്ലെക്സ് നോക്കും എന്നാണ് പറയുന്നത്. കാലിലൊന്ന് വരഞ്ഞു നോക്കും. പറഞ്ഞ മനസ്സിലായ? അപ്പൊ അതുപോലെ തന്നെ ഇനി സാധാരണക്കാർക്ക് മനസ്സിലാവുള്ള ഉദാഹരണം പറയാം. തണുപ്പ് വന്നാൽ കൈയും തലയും മേലെല്ലാനും പുതച്ചു മൂടിയാലും കാൽപാദം മൂടിയില്ലെങ്കിൽ തണുപ്പ് വരും. പറയാറുണ്ട്. അതെ, എന്നാൽ കാൽപാദം മാത്രം മൂടിയാൽ കൈയും തലയൊക്കെ തുറന്നിരുന്നാലും നമുക്ക് സഹിക്കാൻ പാകത്തിനാവും. അപ്പൊ കാൽപാദത്തിന് അത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. പഴമക്കാരായിട്ടുള്ള പണ്ടത്തെ ആളുകൾ അവർക്ക് കാര്യമായിട്ടുള്ള രോഗങ്ങൾ വരാറുണ്ടായില്ല. അതിന് പ്രധാന കാരണം അവർ ചെരുപ്പില്ലാതെ നടന്നുകൊണ്ടിരുന്നത്. അതായത് എന്തൊരു മെഷീനറി ലോകത്തുണ്ടായാലും അതിന്റെ സർവീസിങ് നിശ്ചയിക്കുന്നത് ആ മെഷീനറി ഉണ്ടാക്കിയ ആളാണ്. നമ്മുടെ ശരീരം ഒരു മെക്കാനിക്കൽ ഉപകരണമാണെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. ശരിയല്ലേ? അപ്പൊ ദൈവം അതിനങ്ങനെ ഒരു ശരീരത്തിനെ സൃഷ്ടിച്ചപ്പോ അതിനുള്ള റിഫ്രഷ് ചെയ്യാൻ, അതായത് അതിനുള്ള സർവീസിങ്ങും ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. അത് ഒരു പക്ഷെ അത് കാലിന്റെ അടിയിലായിരിക്കാം. അതുകൊണ്ടാണ് ചെരുപ്പില്ലാതെ നടക്കുന്ന ആളുകൾക്ക് യാതൊരു വളരെ മീൻസ് പ്രതിരോധം കൂടുതൽ നിൽക്കും, രോഗങ്ങൾ അധികം വരും. ആ മർദ്ദം കൃത്യമായി കിട്ടുകയാണ്. ഇപ്പോ എങ്ങനെ കാലിന് പ്രഷർ കൊടുക്കാതിരിക്കാൻ പറ്റുന്ന സ്പോഞ്ചുള്ള ചെരുപ്പുകൾ കിട്ടുമോ അത് വാങ്ങിയിടാനാണ് ആളുകൾ മത്സരിക്കുന്നത്. അതാണ്, അതായത് മനുഷ്യൻ പഴമയിലേക്ക് തിരിക്കുമ്പോഴാണ്, അതായത് പുതിയ കാലഘട്ടത്തിന്റെ പല കാര്യങ്ങൾ അബ്സോർവ് ചെയ്തപ്പോൾ പലരും രോഗിയായി തുടങ്ങി, പല ഓട്ടോ ഇമ്മ്യൂണൽ ഡിസീസുകളായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പഴമയിലേക്ക് ആളുകൾ തിരിച്ചു തുടങ്ങി മാറിയതിന്റെ ലക്ഷണങ്ങളാണ് നമ്മളെപ്പോലുള്ളവർ ധാരാളം സമീപിക്കുകയും അവർക്കെല്ലാം രോഗശമനം ലഭിക്കുകയും ചെയ്യുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി. ഞാൻ ശബരിമലയിൽ ദർശനത്തിന് പോയപ്പോൾ എൻ്റെ മുന്നിൽ തൊഴാൻ നിന്ന പുറത്തുനിന്നുള്ള വേറെ ഏതോ സംസ്ഥാനത്തുള്ള ഒരു സ്ത്രീയാണ്, ഒരു അമ്മയാണ്. അമ്മയുടെ കാലിൽ ചെരുപ്പ് കിടക്കുക. അപ്പം ഞാനിലേക്ക് സന്നിധാനത്ത് ചെരുപ്പോ? അപ്പം ഞാൻ നോക്കുമ്പോൾ അതൊരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സോക്സ് ആണ്. അതായത് ഒരു സിബൊക്കെ ഉള്ള കാല് മുകളിൽ വരെ കയറ്റിയിടാമെന്ന് ചെരുപ്പ് പോലെ തന്നെ വർക്ക് ചെയ്യുന്ന ക്ലോത്ത് കൊണ്ട് ഉണ്ടാക്കിയ ഒരു സോക്സ് ആണ്. അപ്പോൾ അവിടെ ഭഗവാന്റെ മുന്നിൽ ചെല്ലുമ്പോൾ പോലും കാലിൽ വെറും നിലത്ത് ചവിട്ടാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് പല ആളുകളും പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അത്രയ്ക്ക്. കാരണം കാല് ഭൂമിയിൽ സ്പർശിക്കാത്തത് കൊണ്ട് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഇനി പുരാണങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ അറിയാൻ പറ്റും. നമ്മൾ അമ്പലങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും. എത്ര ഗ്രാനൈറ്റ് ഇട്ട അമ്പലങ്ങളാണെങ്കിലും അതിന്റെ പ്രദക്ഷിണം ചെയ്യുന്ന സ്ഥലം പരുവരുത്തതായിരിക്കും. അതായത് അതിന്റെ ഋഷിമാർക്ക് വരെ അറിയാമായിരുന്നു കാൽപാദത്തിന്റെ ഇമ്പോർട്ടൻസ്. അതുകൊണ്ട് അമ്പലത്തിൽ വരുന്നവർക്കെല്ലാം അവരുടെ ആരോഗ്യനില മെച്ചപ്പെടാനാണ്. അതുപോലെ കരിങ്കല്ല് റഫായിരിക്കും, വളരെ റഫായിരിക്കും, അത് പോളിഷ്ഡ് വെക്കില്ല. അത് എനിക്ക് പരിചയമുള്ള ഒരു സ്വാമിയായിട്ടുള്ള അദ്ദേഹം എനിക്ക് ഞാൻ ഈ ചികിത്സേനെ കുറിച്ച് വിവരിച്ചപ്പോൾ അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നാണ്. അതായത് അത്രക്ക് ആളുകൾക്ക് പോലും ഇതിനെക്കുറിച്ച്, പഴയ ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് തന്നെ അറിയാമായിരുന്നു എന്നാണ് എൻ്റെ അവസ്ഥ. അപ്പോൾ എനിക്കതൊരു പുതിയ അറിവായി. ഇനി ആരെങ്കിലും സ്വാമിമാരെ ഇൻ്റർവ്യൂവിന് കിട്ടുമ്പോൾ ഞാൻ ഉറപ്പായിട്ടും അത് ചോദിക്കുന്നുണ്ട്. ഓക്കെ സാറേ, അപ്പോൾ ഈ കഴിഞ്ഞ കാലങ്ങളിൽ 10,000-കണക്കിന് പേഷ്യൻസ് വന്നു, ഓട്ടിസം അല്ലെങ്കിൽ പലതരം വേദനകളും ഒക്കെ ആയിട്ട്. ഇപ്പോൾ എനിക്ക് ഈ മൈഗ്രെയിൻ ഒരുപാട് പേര് ചോദിക്കുന്നത്, നമ്മൾ പല ആളുകളെ കാണുന്നുണ്ട്, മൈഗ്രെയിൻ ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് എന്താണ്, ഇത് മരുന്നില്ലാതെ മൈഗ്രെയിൻ മാറ്റാൻ പറ്റുന്നു എന്ന് പറയുന്നത് ഒരു വലിയ അറിവ് തന്നെയാണ്. എന്തായാലും കഴിഞ്ഞ ദിവസം ഞാൻ അങ്ങയുടെ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ കണ്ടു ഒരുപാട് പേര് അങ്ങേക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. കാരണം അത്രത്തോളം പേര് അങ്ങേ വിശ്വസിച്ച് വരുന്നുണ്ട് എന്നുള്ളതാണ്. ഞാനൊരു പേഴ്സണൽ ചോദ്യം ചോദിച്ചോട്ടെ അങ്ങയുടെ അനുവാദത്തോടു കൂടി. ഈ കണ്ണിന് എന്ത് പറ്റിയതാണ്? എൻ്റെ കണ്ണിന് അലർജിയുടെ പ്രോബ്ലം ആയിരുന്നു.
ഞാൻ ബോംബെയിൽ ഫിസിയോതെറാപ്പി ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അലർജിയുടെ പ്രശ്നം കൂടി. അങ്ങനെ വളരെയധികം ചികിത്സകൾ ചെയ്തതാണ് ഞാൻ എൻ്റെ കണ്ണിന്. അങ്ങനെ ചികിത്സകൾ ചെയ്തു. നിർഭാഗ്യവശാൽ ലാസ്റ്റ് സമയത്ത് എനിക്ക് കാഴ്ച നഷ്ടപ്പെടുകയാണ് ചെയ്തത്. അപ്പൊ ഡോക്ടർമാർ വിലയിരുത്തിയത് കണ്ണിലൊഴിച്ച മരുന്നിന്റെ സൈഡ് എഫക്റ്റ് കൊണ്ട് ഗ്ലൂക്കോമ, കണ്ണിന് പ്രഷർ കൂടി. അങ്ങനെയാണ് എൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടത്. അപ്പൊ കാഴ്ച നഷ്ടപ്പെട്ട് വീട്ടിലിരിക്കുകയാണ്. ഇനി എങ്ങനെ മുമ്പോട്ടേക്കുള്ള ജീവിതം എന്ന് അറിയില്ല. എന്റെ ചോദ്യം എവിടെയാണ് ഈ ഒരു വഴിത്തിരിവ്? ഞാൻ അങ്ങയെ കുറിച്ച് പഠിച്ചപ്പോൾ മനസ്സിലായി ഫിസിയോതെറാപ്പി, പിന്നെ ആയുർവേദം പഠിക്കാൻ പോയി 3 വർഷം കഴിഞ്ഞപ്പോൾ കാഴ്ച നഷ്ടപ്പെട്ട് അത് അങ്ങ് പകുതി വഴിക്ക് ഉപേക്ഷിച്ചു. പഞ്ചകർമ്മ പഠിച്ചിട്ടുണ്ട്, ഇതൊക്കെ ഞാൻ വായിച്ചു. അപ്പോൾ എവിടെയാണ് ഈ കാഴ്ചശക്തി നഷ്ടപ്പെടുത്തുന്ന ഒരു ഡോക്ടർ ഇത് മൊത്തത്തിൽ മറ്റൊരു ലെവലിലേക്ക് തിരിഞ്ഞത് എവിടെയാണ്, ഏത് പോയിന്റിലാണ്? അപ്പൊ കാഴ്ച നഷ്ടപ്പെട്ട് ഞാൻ വീട്ടിൽ വന്നിരിക്കുകയാണ്. അപ്പൊ എല്ലാം നമ്മുടെ ജീവിതം 0 ആയി പോയി. അന്ന് വരെ പഠിച്ചതുമില്ല, നടക്കാൻ വരെ ഇനി പഠിച്ചിട്ട് വേണം. ഇരുന്നോർത്ത് നിന്നോർത്ത് എന്നുള്ള അവസ്ഥയാണ്. അപ്പൊ എങ്ങനെ ജീവിതം മുമ്പോട്ടേക്ക് പോകുന്ന ഒരറിവില്ല. നമ്മൾ ചെറുപ്പമാണ്, ദൈവം മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടേണ്ട ഒരവസ്ഥ വരരുത് എന്നൊരു പ്രാർത്ഥനയോടുകൂടി നമ്മൾ മുമ്പോട്ടേക്ക് ഇറങ്ങുകയാണ് ചെയ്തത്. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത്, എൻ്റെ കാര്യത്തിൽ തന്നെ ഞാൻ കൂടുതൽ ചിന്തിച്ചപ്പോൾ മനസ്സിലായത്, എല്ലാ സയൻസിലും പറയുന്ന ഒറ്റ കാര്യമാണ്, രോഗം മാറ്റാനുള്ള കഴിവ് ശരീരത്തിന് മാത്രമാണ്. ഡോക്ടർ എന്ന് പറയുന്നത് അതിനെ സഹായിക്കാനുള്ള ആളാണ്. അപ്പൊ ശരീരം എങ്ങനെ രോഗം മാറ്റാം? ആ മോശമായ സെൽസുകളെ മാറ്റി പുതിയ ഹെൽത്തി സെൽസിനെ ശരീരം തന്നെ കൊണ്ടുവരണം. അങ്ങനെ മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമാണ് ഞാൻ പിന്നെ പൂർണ്ണമായിട്ടും മരുന്നില്ലാത്ത ഒരു ചികിത്സയിലേക്ക് തന്നെ മാറാനും അതിലേക്ക് കൂടുതൽ ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തു. ദൈവാനുഗ്രഹം കൊണ്ട് അതിന് എനിക്ക് നല്ല ഫലപ്രദമായിട്ടുള്ള റിസൾട്ടുകളാണ് ചെയ്ത. അപ്പൊ കാഴ്ച പോയിരുന്ന സമയത്ത് ഞാൻ എൻ്റെ സുഹൃത്തും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ജോമോനുണ്ട്, ജോസ് ഇലക്ട്രിക്കൽസില, അദ്ദേഹത്തിനെ വിളിച്ചു. എനിക്കിങ്ങനെ കാഴ്ച പോയിരിക്കുകയാണ്. അദ്ദേഹം എൻ്റെ കാഴ്ച പോകണമെന്ന് മുമ്പുള്ള ക്ലയൻ്റാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ വാ നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പോൾ ഞാൻ വീണ്ടും കോൺഫിഡൻസ് വീണ്ടും എടുത്തിട്ട് ഞാൻ അദ്ദേഹത്തിന് പോയി കാൽപാദത്തിൽ ഞാൻ ചെയ്തു കൊടുത്തപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത്, അതിനു മുമ്പ് അങ്ങ് പഠിച്ചു കഴിഞ്ഞു. എൻ്റെ വിദ്യാഭ്യാസം എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ കാഴ്ച പോയേക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ കാൽപാദത്തിൽ അത് ചെയ്തപ്പോൾ തന്നെ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഇത് കാഴ്ചയില്ലാതെ തന്നെ ചെയ്തത്, അതൊന്നും എനിക്ക് അറിയാൻ പറ്റിയില്ല. ഏതായാലും മുമ്പത്തേലും പെർഫെക്ഷൻ ഉള്ള വഴി തന്നെയാണ് എനിക്ക് തോന്നിയെന്ന്. അപ്പൊ തന്നെ എനിക്ക് കുറച്ചുകൂടെ ആത്മവിശ്വാസം കൂടി. അതിനുശേഷം MC റോയ് ഉണ്ടായി. അതുപോലെ തന്നെ പലരുടെയും സഹായം ദൈവം അനുഗ്രഹിച്ച് നമുക്ക് കിട്ടുകയും ഒരുപാട് ഉയരങ്ങളിലേക്ക് നമുക്ക് ചലിക്കാനും കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മറ്റേ മനോരമയുടെ MD അദ്ദേഹം സഹായിച്ചിട്ടാണ് ആദ്യമായിട്ട് തന്നെ എൻ്റെ ക്ലിനിക്ക് 18 വർഷം മുമ്പ് എറണാകുളത്ത് വന്നത്. എങ്ങനെ എങ്ങനെ സഹായിച്ചിട്ട്? മനോരമയുടെ MD അദ്ദേഹത്തിന് നമുക്ക് ചികിത്സിക്കാനുള്ള അവസരം കിട്ടി. അപ്പൊ അതിനുശേഷം അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കും. ആദ്യമായിട്ട് ക്ലിനിക്ക് തുടങ്ങാൻ അദ്ദേഹമാണ് എന്നെ സഹായിച്ചത്. അദ്ദേഹം അങ്ങയുടെ ട്രീറ്റ്മെന്റ് എക്സ്പീരിയൻസ് ചെയ്ത ആളാണ്. അദ്ദേഹം ട്രീറ്റ്മെന്റ് എക്സ്പീരിയൻസ്, ആ ബന്ധം അന്നും ഇന്നും എല്ലാവരും ഒരുപോലെ ഉണ്ട്. മനോരമയുടെ MDമാരെല്ലാവരും നമ്മളുടെ അടുത്ത് വരാറുണ്ട്. അവര് വരുന്നത് പൂർണ്ണമായിട്ട് രോഗത്തിന് വേണ്ടി മാത്രമല്ല. അതായത് ഇതിലൂടെ 3 കാര്യം നിർത്താം. രോഗം കണ്ടെത്താനും ചികിത്സിക്കാനും രോഗമില്ലാത്ത അവസ്ഥയിലേക്ക് മാറ്റാനും പറ്റും. നമ്മൾ കാൽപാദത്തിൽ സ്പർശിക്കുമ്പോൾ സാധാരണ രീതിയിൽ 20% രോഗം ബാധിക്കുമെന്ന് ഒരാൾക്ക് അറിയാൻ കഴിയാം, രോഗം ബാധിച്ചത്. പക്ഷെ നമ്മൾ വേദന തുടങ്ങിയാലല്ലേ ഡോക്ടറെ അടുത്ത് പോകും. അപ്പോഴേക്കും ഒരു 60-70% രോഗം ബാധിച്ചിട്ടുണ്ടാവും. വേദന എന്ന് പറയുന്നത് അവസാന ലക്ഷണമാണ്, മനസ്സിലായി. പക്ഷെ നമ്മുടെ ചികിത്സാ രീതി അനുസരിച്ച് നമുക്ക് 1% വരുമ്പോഴേക്കും നമുക്ക് കാൽപാദത്തിലൂടെ മനസ്സിലാകും. അപ്പോൾ നമുക്കത് ചെയ്യുമ്പോൾ തന്നെ അപ്പോൾ രോഗം കണ്ടെത്താൻ പറ്റും. ഇനി ഇതിലൂടെ പ്രത്യേക രീതിയിലുള്ള സ്റ്റിമുലേഷൻ കൊടുത്ത് അവിടുത്തെ സെൽസ് ആക്ടിവേഷനിലൂടെ രോഗം ചികിത്സിക്കാൻ പറ്റും. ഇത്രയും വന്നു കഴിയുമ്പോഴേക്കും ഇത് രോഗമില്ലാത്ത അവസ്ഥയിലേക്ക് മാറ്റാൻ പറ്റും. അതായത് ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം 90% മേലുള്ള രോഗങ്ങളുടെ കാരണം സ്ട്രെസ്സാണ്. അപ്പോൾ ഈ സ്ട്രെസ് വന്നിട്ടാണ് പലർക്കും രോഗമുണ്ട്. അപ്പോൾ നമ്മളുടെ അടുത്ത് വന്നുമ്പോൾ തന്നെ ഇത് വളരെ പെട്ടെന്ന് തന്നെ സ്ട്രെസ് റിലീഫാണ്. അത് മാത്രമല്ല അവരുടെ ശരീരം ഭയങ്കരമായിട്ട് റിഫ്രഷ് ചെയ്യും. അപ്പോൾ പിന്നെ അവർക്ക് രോഗങ്ങളേ വരില്ല, ആശുപത്രി കേസ് വളരെ കുറയുമെന്ന് അർത്ഥം. അതുകൊണ്ടാണ് നമുക്ക് എറണാകുളത്ത് ഒത്തിരി VIP-കളായിട്ടുള്ള ആളുകൾ നമ്മുടെ അടുത്ത് വരാറുണ്ട്. അവർക്ക് ഒരു രോഗങ്ങളും ഇല്ലെങ്കിലും അവർ മാസത്തിൽ 1-2 പ്രാവശ്യം വന്ന് തെറാപ്പി എടുക്കാറുണ്ട്. ഒരു ഹീലിംഗ് പ്രോസസ്സ് പോലെയാണ് അവർ ഇതിനെ കാണുന്നത്. ഹീലിംഗ് പ്രോസസ്സിനേക്കാൾ ഉപരി ഇമ്മ്യൂണിറ്റി കൂടാൻ വേണ്ടി ഇപ്പോഴത്തെ എല്ലാവർക്കും അറിയാം പ്രതിരോധം വളരെ കുറവായതുകൊണ്ട് പല രീതിയിലുള്ള പകർച്ചവ്യാധികൾ
നമുക്ക് എല്ലാവർക്കും പിടിപെട്ടുകൊണ്ടിരിക്കുകയാണ്. അതെ അതെ അതെ, എല്ലാവർക്കും പ്രതിരോധം കുറവുണ്ട്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടി, പ്രതിരോധത്തിന് വേണ്ടി ഇത് വളരെ ഫലപ്രദമാണ്. ഈ ഏജ് റെസ്ട്രിക്ഷൻസ് എന്തെങ്കിലും ഉണ്ടോ ഇത് ചെയ്യുന്നതിന്? ഒരു ഏജ് റെസ്ട്രിക്ഷൻസും ഇല്ല. കാരണം എനിക്ക് ജനിച്ച് കഴിഞ്ഞ് ഒരു 20 ദിവസം മുതൽ ഉള്ള കുട്ടി മുതൽ 100 വയസ്സുള്ള, അതായത് നിങ്ങൾക്ക് ജസ്റ്റിസ് കൃഷ്ണയ്യർ സാറിന് അറിയായിരിക്കും, അദ്ദേഹത്തിന് വരെ ഞാൻ ലാസ്റ്റ് സമയത്ത് നോക്കിയിട്ടുണ്ട്. 100-ആം വയസ്സിലാണ് അദ്ദേഹം മരിക്കുന്നത്. അതെ. അപ്പോൾ ഇതിനൊരു പ്രായപരിധി ഇല്ല. നമ്മൾ ഈ ചികിത്സയിലൂടെ ചെയ്യുന്ന എന്താ, അവരുടെ എല്ലാ നാടി ഞരമ്പിനെ ആന്തരിക അവയവങ്ങൾ റിഫ്രഷ് ചെയ്യിപ്പിച്ച് അവരുടെ സെൽസ് ആക്ടിവേഷനാണ് ചെയ്യുന്നത്. അപ്പൊ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഏജ്ഡ് ആയിട്ടുള്ള ഒരാൾ ഈ തെറാപ്പി എടുക്കുകയാണെങ്കിൽ, നമ്മുടെ ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഒരു 60-70 വയസ്സായാൽ പോലും അവനൊരു 45-40 ആരോഗ്യം എപ്പോഴും നിലനിർത്താൻ പറ്റും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു ചോദ്യം, ഇത് വളരെ എക്സ്പെൻസീവ് ആണോ എന്നുള്ളതാണ്. ഇത് വളരെ എക്സ്പെൻസീവ് അല്ല. കാരണം തെറാപ്പി മോഡലുള്ള ട്രീറ്റ്മെന്റ് ആയതുകൊണ്ട് വളരെ എക്സ്പെൻസീവ് അല്ല. അതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും ഒരു പ്രാവശ്യം എന്തെങ്കിലും ഇത് പരീക്ഷിക്കാവുന്നതാണ്. ഒരു ജോഡി ഡ്രസ്സ് എടുക്കേണ്ട പൈസ പോലും വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സമയക്രമം എങ്ങനെയാ? എത്ര സമയം സ്പെൻഡ് ചെയ്യേണ്ടി വരും? ഏകദേശം 1 മണിക്കൂറോളം വേണം ഒരാൾക്കിടെ നമുക്ക് പരിശോധനയും തെറാപ്പിയും കഴിയാൻ. ചിലപ്പോൾ ഓരോരുത്തരുടെ പ്രോബ്ലത്തിനനുസരിച്ച് ചിലപ്പോൾ ഇത്തിരി കൂടിയേക്കാം, ചിലപ്പോൾ ഇത്തിരി കുറഞ്ഞേക്കാം. ഡോക്ടർ തന്നെയാണോ ചെയ്യുന്നത് അതോ? അല്ല, എനിക്ക് എൻ്റെ അസിസ്റ്റന്റ്മാരും ഉണ്ട്. ഞാൻ എൻ്റെ അസിസ്റ്റന്റ്മാരെ കാഴ്ചയില്ലാത്തവരെ തന്നെയാണ് കൂടുതൽ ഞാൻ സെലക്ട് ചെയ്തേക്കുന്നത്. താങ്കൾ ആദ്യം തന്നെ എൻ്റെ ക്ലിനിക്കിൽ വന്നപ്പോ കണ്ടെന്ന് പറയല്ലേ, റിസപ്ഷനിസ്റ്റും ഡ്രൈവർ ഉൾപ്പെടെ ബാക്കി എല്ലാവരും കാഴ്ചയില്ലാത്തവരാണ്. ഞാൻ കാഴ്ചയില്ലാത്തവരെ സപ്പോർട്ട് ചെയ്യാൻ കരുതിയത് എൻ്റെ കാഴ്ച ഇടക്കാലം കൊണ്ടാണ് നഷ്ടപ്പെട്ടത്. കാഴ്ച പോയി കഴിഞ്ഞപ്പോൾ ഞാൻ 0 പോയി. സാറിന് ഇത് രണ്ടും അറിയാം, ഉള്ളപ്പോൾ. അപ്പൊ കാഴ്ച ഞാൻ എന്താ കരുതി വെച്ചാൽ, നമുക്ക് ഒരാൾക്കിനെ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ നിന്നാൽ 1-2 പ്രാവശ്യം, അതിൽ കൂടുതലൊന്നും നമുക്ക് പലരും സഹായിക്കാൻ പറ്റില്ല. നേരെ മറിച്ച് അവർക്കൊരു ജീവിതമാർഗം കൊടുത്താലോ. അപ്പൊ ഞാൻ എൻ്റെ തെറാപ്പിസ്റ്റായിട്ട് ഞാൻ അവരെ ട്രെയിൻ ചെയ്ത് അവരെ ഞാൻ വെച്ചേക്കുന്നത്. അപ്പോൾ അവർക്കൊരു ജീവിതകാലം മൊത്തം നമുക്കൊരു വരുമാന രീതി നമുക്ക് കൊടുക്കാൻ കഴിയും. അതുകൊണ്ടാണ് കാഴ്ചയില്ലാത്തവരെ ഞാൻ എടുത്തത്. കാഴ്ചയുള്ളവർക്ക് പല മേഖലകളും ഉണ്ട്. അതെ. ഇത് അപ്പം അങ്ങയുടെ അതേ ബുദ്ധിമുട്ടുകളുള്ളവരെ കണ്ടെത്തുന്നു. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അങ്ങേക്ക് ഇത് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നത് അങ്ങ് തന്നെ പറഞ്ഞതുപോലെ കണ്ണിന് നഷ്ടപ്പെട്ട പവർ കൈവിരലുകളിലേക്ക് അല്ലെങ്കിൽ സ്പർശനത്തിലേക്ക് കിട്ടിയത് കൊണ്ടായിരിക്കാം എന്നുള്ളത്. എനിക്ക് ഇപ്പോൾ ഒരു ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ, സ്വാഭാവികമായിട്ട് വീഡിയോ ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ പ്രേക്ഷകരുടെ സംശയമായിരിക്കും, ഇതിൻ്റെ ഒരു ചികിത്സാ രീതി ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന്. എനിക്ക് അങ്ങയുടെ ഹോസ്പിറ്റൽ സന്ദർശിച്ചാൽ അത് ഷൂട്ട് ചെയ്യാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും. എപ്പോഴാണ് സമയം കിട്ടുന്നത് വന്നാൽ മതി. ഏത് സമയത്ത് വേണമെങ്കിലും നമ്മളതിന് റെഡിയാണ്. അപ്പം നിങ്ങൾക്ക് വന്ന് എടുക്കാവുന്നതാണ്. ഓക്കെ. എന്തായാലും ഡോക്ടർ അൻസാർ ക്ലിനിക്കിൻ്റെ കോൺടാക്ട് നമ്പറുകൾ ഞാൻ ഈ വീഡിയോയിൽ ചേർക്കാം. 2 ഭാഗങ്ങളായിട്ടാണ് വീഡിയോ വരുന്നത്. ആ 2 ഭാഗങ്ങളിലും ഈ കോൺടാക്ട് നമ്പറുകൾ ഞങ്ങൾ ചേർക്കാം. നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സുകളിൽ രേഖപ്പെടുത്തുക. അടുത്ത തവണ കൃത്യമായി ഡോക്ടറെ ഉടനെ തന്നെ ഈ വരുന്ന ദിവസങ്ങളിൽ തന്നെ ഡോക്ടറെ ക്ലിനിക്ക് ഞങ്ങൾ സന്ദർശിക്കുന്നുണ്ട്. ആ സമയത്ത് ആ ചോദ്യങ്ങളും അതിനുള്ള ഉത്തരവും ഡോക്ടറുടെ ഭാഗത്തു നിന്നും ക്ലിനിക്കിലെ മറ്റ് സ്റ്റാഫുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു.